ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന അവസാനത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോബ്ലം അതിൻ്റെ സൊല്യൂഷനും ആണ്. എന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാം. ഇല്ലസ്ട്രേഷൻ 1. Sridevi Limited was registered with a nominal capital of rupees 5 lakh divided into rupees 100 each. The following trial balance is extracted from the books on 31st March 2019. ഈ ഒരു ഏരിയയിൽ നമ്മൾ മനസ്സിലാക്കാൻ ഒരേ ഒരു കാര്യമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ 5 lakh rupees ആണ്. ഷെയറിൻ്റെ വാല്യൂ, ഒരു ഷെയറിൻ്റെ വാല്യൂ 100 റുപ്പിയാണ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എഴുതുമ്പോൾ അതിൻ്റെ നോട്ട്സിൽ ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയറിൻ്റെ നോട്ട്സിൽ നമ്മൾ ഓതറൈസ്ഡ് എത്രയാണ് എന്ന് കൃത്യമായിട്ട് എഴുതണം. ആ ഒരു ഏരിയയിൽ നമുക്കിത് ആവശ്യമാകും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഓരോ ഐറ്റം, ട്രയൽ ബാലൻസിലെ ഓരോ ഐറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. ബിൽഡിംഗ്, മെഷീനറി, ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് അഡ്ജസ്റ്റഡ്. അതെന്താണെന്ന് ആൻസർ ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്. സാലറീസ്, ഡയറക്ടേഴ്സ് ഫീ, റെൻറ്റ്, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. 12,000 ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് ഓഫ് rupees 8 പെയ്ഡ് അപ്പ്, 1,20,000. ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, ലൂസ് ടൂൾസ്, അഡ്വാൻസ് ടാക്സ്, സൺട്രി എക്സ്പെൻസസ്, ഡെപ്റ്റേഴ്സ്, ബാങ്ക്. ഇനി ക്രെഡിറ്റ് ഐറ്റംസ് ആണ് വരുന്നത്. സെയിൽസ്, സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അത് 1/4/2018 ഡാറ്റയാണ്. അതായത് ഓപ്പണിംഗ് ബാഡ് ഡെപ്റ്റ് ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ പ്രത്യേകം പറയേണ്ടി വരില്ല എന്ന് എനിക്കറിയാം. സിംഗിൾ എൻട്രി ചെയ്തപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളുകളാണ് നിങ്ങൾ. എന്നാലും ഓപ്പണിംഗ് പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ക്ലോസിംഗ് പ്രൊവിഷന് ഓപ്പണിംഗ് പ്രൊവിഷൻ ലെസ് ചെയ്യും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് അറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ഷെയർ ക്യാപിറ്റൽ 2 lakh, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. അത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ്. അതുപോലെ നമുക്ക് തന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ ട്രയൽ ബാലൻസ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഡിപ്രീസിയേഷൻ ആണ്. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ്. ഈ ഡീറ്റെയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 14% ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ എമൗണ്ട് പറയുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അൺക്ലെയിംഡ് ഡിവിഡൻഡ്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2019 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് ദാറ്റ് ഡേറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ബൈ 80,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാളും 80,000 കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാളും 80,000 രൂപ കൂടുതലാണ് എന്ന് പറഞ്ഞു. നമുക്ക് എങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക? നമ്മൾ ട്രയൽ ബാലൻസ് ഒന്ന് എടുത്തു നോക്കുക. അവിടെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. എന്താ തന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് 90,000 രൂപയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക്? ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000 രൂപ കുറവാണ്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് 80,000 രൂപ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണ്? കുറവാണ് എന്നല്ലേ. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇനി നമുക്ക്
അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് തന്നെ തിരിച്ചു പോവാം. രണ്ടാമത്തത് പ്രൊവൈഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 4% ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 4% ഡെപ്റ്റേഴ്സ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രൊവിഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മേക്ക് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 50%. 50% പ്രോഫിറ്റ് എത്രയാണോ അതിൻ്റെ 50% ഇൻകം ടാക്സ് കൊടുക്കാൻ. അടുത്തത് ഡിപ്രീസിയേഷൻ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഡിപ്രീസിയേഷൻ ഓഫ് 8,000 ഓൺ ബിൽഡിംഗ് ആൻഡ് ദാറ്റ് ഓഫ് 12,000 ഓൺ മെഷീനറീസ്. നമ്മുടെ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷനിലെ അതിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഡിപ്രീസിയേഷനായിട്ട് നമുക്ക് 8ഉം 12ഉം മൊത്തം 20 രൂപ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ദ ഡയറക്ടേഴ്സ് റെക്കമെൻഡ് എ ഡിവിഡൻഡ് അറ്റ് ദ റേറ്റ് ഓഫ് 25%. 25% ഡിവിഡൻഡ് ആര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്? ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ അവസാനം കണ്ടിജൻസീസിൻ്റെ ഭാഗത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ. ഇതോടുകൂടെ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഷെഡ്യൂൾ 3 അനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആവശ്യത്തിനനുസരിച്ച് അതിലുള്ള ഐറ്റംസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. നമ്മൾ പഠിച്ച അതേ ഫോർമാറ്റ് അങ്ങനെ തന്നെ കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. ഐറ്റംസുകൾ കൊടുക്കേണ്ട ലൈൻ ഐറ്റംസുകൾ കറക്റ്റ് ആയിരിക്കണം. അതിനുള്ളിലുള്ള ഐറ്റംസുകൾ എന്ത് ചെയ്യാം, എല്ലാം ആവശ്യം വരില്ല, ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ആ ഒരു ഫോർമാറ്റ് അനുസരിച്ച് എഴുതി പോവാം. എന്നിട്ട് ഓരോന്നും പൂരിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഇത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ തുടങ്ങിയിട്ട് ഫിനാൻസ് കോസ്റ്റ് വരെയുള്ള 5 നോട്ട്സ് നമ്പർ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ നോട്ട് നമ്പർ 1, അതർ ഇൻകം 2, പിന്നെ അത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ ഇൻകം, പിന്നെ എക്സ്പെൻസസുകൾ ഓരോന്നായിട്ടുള്ള പർച്ചേസ് ഓഫ് സ്റ്റോക്കിംഗ് ട്രേഡ്, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, ഫിനാൻസ് കോസ്റ്റ്. ഇങ്ങനെ നമ്മൾ നോട്ട് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്താണ് എന്നുള്ളത്, സെയിൽസ് ആണെങ്കിൽ സെയിൽസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോട്ട് ഏതാണ് അതിന് സ്പെസിഫിക് സ്ഥലം കൊടുത്തിട്ട് അവിടെ നോട്ട് നമ്പർ 1 റവന്യൂ ഫ്രം ഓപ്പറേഷൻ അതിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, എഴുതും. ഇവിടെ അതിൻ്റെ കറക്റ്റ് എമൗണ്ട് മാത്രമേ ടോട്ടൽ എമൗണ്ട് എഴുതുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അതിൻ്റെ ബാക്കിയാണ് ഡിപ്രീസിയേഷൻ, അതർ എക്സ്പെൻസ്, നോട്ട് നമ്പർ 6, 7, എന്നിട്ട് ടോട്ടൽ എക്സ്പെൻസുകൾ നമ്മൾ ടോട്ടൽ എഴുതും. ഇതിന് ശേഷം പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, നമ്മൾ ടോട്ടൽ ഇൻകം കണ്ടു, അതിൽ നിന്ന് എക്സ്പെൻസുകൾ കുറച്ച് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ചെയ്തും. എന്നിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സ് 50% അത് കുറക്കും, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, EPS കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഏണിംഗ് പെർ ഷെയർ അല്ലേ, നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പഴയ ഫോർമാറ്റ് തന്നെയാണ്. ആവശ്യമുള്ള ഐറ്റംസുകൾ മാത്രം റെക്കോർഡ് ചെയ്യുക. നോൺ കറൻറ്റ് അസറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതുപോലെ കറൻറ്റ് അസറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതും ഈ ഫോർമാറ്റ് കൃത്യമായിട്ട് എഴുതി വെക്കുക. ശേഷം ട്രയൽ ബാലൻസിൽ നിന്ന് ഓരോ ഐറ്റം നോക്കിയെടുത്തിട്ട് നോട്ട്സ് പൂരിപ്പിക്കുക. അതേ ടൈമിൽ നോട്ട്സിൻ്റെ ടോട്ടൽ ഇവിടെ എഴുതുക. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഫിനാൻഷ്യൽ അസറ്റ്സ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, അതർ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഇതിനൊക്കെ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യും, പഴയ പോലെ തന്നെ നോട്ട്സ് കൊടുക്കും. നമുക്ക് കറൻറ്റ് ഇയറിൻ്റെ ഡാറ്റ മാത്രമുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എമൗണ്ട് കോളം ഒറ്റൊന്നും മതി കേട്ടോ. ഫോർമാറ്റിൽ എമൗണ്ട് കോളം പഴയത് തന്നിട്ടില്ലാത്തതുകൊണ്ട്. പിന്നെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ഉണ്ട്, അതിൽ ഇക്വിറ്റിയുടെ ഡീറ്റെയിൽസ് ആണ് പിന്നെ നോക്കാനുള്ളത്. അങ്ങനെ ഇക്വിറ്റിയുടെ ഡീറ്റെയിൽസ് ഷെയർ ക്യാപിറ്റൽ തന്നു, അതർ ഇക്വിറ്റീസ് തന്നു, അത് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. പിന്നെ ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്, നോൺ കറൻറ്റ് ലയബിലിറ്റീസ്, ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, ബോറോയിങ്സ്, കറൻറ്റ് ലയബിലിറ്റീസ്. ഇതിനൊക്കെ നമ്പർ കൊടുക്കുക. അതായത് ഇതിൽ ഏതിനൊക്കെയാണോ നമുക്ക് നോട്ട്സ് വേണ്ടത് അതിനൊക്കെ അതിൻ്റേതായ നോട്ട്സ് നമ്പർ. ഇതിങ്ങനെ ഇന്ന ഐറ്റത്തിന് ഇന്ന നമ്പർ എന്നില്ല, നമുക്ക് ഏതിനാണോ ഡീറ്റെയിൽ വേണം എന്നുള്ളത്, റീകൺസിലേഷൻ അതുപോലെയുള്ള ബാക്കി ഡീറ്റെയിൽ ഒരുപാട് എഴുതാനുള്ളത്, അതിന് നമ്മൾ നോട്ട്സ് നമ്പറുകൾ കൊടുത്താൽ മതി. ട്രേഡ് പേയബിൾ, അതർ കറൻറ്റ് ലയബിലിറ്റീസ്, പ്രൊവിഷൻസ്, ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി.
അങ്ങനെ ഇക്വിറ്റിയും ലയബിലിറ്റിയും ടോട്ടൽ ചെയ്യുക. അസറ്റ് നമ്മൾ ഓൾറെഡി ടോട്ടൽ ചെയ്തു, അങ്ങനെ ഇക്വിറ്റിയും ലയബിലിറ്റിയും ടോട്ടൽ ചെയ്യുക. ഇനി കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് സെപ്പറേറ്റ് നോട്ടായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തില്ല ബാലൻസ് ഷീറ്റിൽ ആ എമൗണ്ട് ടോട്ടൽ ചെയ്ത് എഴുതാനൊന്നുമില്ല, ജസ്റ്റ് എമൗണ്ട് എഴുതുക. അത് ബാലൻസ് ഷീറ്റിലെ ടോട്ടലിൻ്റെ ഭാഗം ഒന്നുമല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. ബാലൻസ് ഷീറ്റിൻ്റെ ഭാഗം ആണെങ്കിലും ബാലൻസ് ഷീറ്റിൽ ആ എമൗണ്ട് എന്ത് ചെയ്യൂല, ടോട്ടൽ കൂട്ടുന്നോടത്ത് എഴുതൂല, എഴുതി വെക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതായത് എമൗണ്ട് നമ്മളവിടെ കൃത്യമായിട്ട് എഴുതുമെങ്കിലും നമ്മൾ ഓൾറെഡി ഇക്വിറ്റി ലയബിലിറ്റിൻ്റെയും ടോട്ടൽ എഴുതി കഴിഞ്ഞതാണ്. ജസ്റ്റ് യൂസേഴ്സിന് കണ്ടിജൻറ്റ് ലയബിലിറ്റി എത്ര ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ഇട്ട് എഴുതും, ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സിൽ വേറെ കൊടുക്കുകയും ചെയ്യും, അത്രമാത്രം. അത് നമ്മുടെ ടോട്ടൽ ചെയ്യുന്നിടത്ത് ആ എമൗണ്ട് നമ്മൾ ഒരിക്കലും കൂട്ടൂല. ഇതോടുകൂടെ നമ്മൾ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ ഫോർമാറ്റ്. ഇനി നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ആയിട്ട് ഏതാ, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എത്ര രൂപ നമ്മൾ എഴുതിയത്, 5,20,000 രൂപ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോട്ട് കൊടുത്തിട്ടുണ്ട്, നോട്ട് നമ്പർ എന്താണ്, 1, 5,20,000 രൂപ എന്നല്ലേ. അപ്പോൾ നമുക്ക് നേരെ നോട്ടും കൂടെ ഇതേ ടൈമിൽ പ്രിപ്പയർ ചെയ്യാം. 1 എന്ന് എഴുതുക, നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് എഴുതുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്ത് നോക്കാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആകെ നമുക്ക് ട്രയൽ ബാലൻസിൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, അത് വെറും സെയിൽ ഓഫ് പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട്സ് നമ്പർ 1 റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ സെയിൽ ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എഴുതുക. അടുത്തത് വീണ്ടും നമ്മൾ രണ്ടാമത്തെ ഐറ്റം വന്ന് നോക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതർ ഇൻകംസ് ആണ്. അതർ ഇൻകം നമ്മൾ സെലക്ട് ചെയ്യുക. അതർ ഇൻകം എത്ര എമൗണ്ട് വരുന്നത്, 12,000 രൂപയാണ്, നോട്ട് നമ്പർ 2. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ചെല്ലുക. നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ചെന്നതിന് ശേഷം എത്രയാണോ നമ്മൾ എമൗണ്ട് എഴുതിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നോട്ട്സ് ടു അക്കൗണ്ട്സിൽ വീണ്ടും പോയി അവിടെ നോക്കി അതർ ഇൻകം എന്ന ഹെഡിങ് നോട്ട് നമ്പർ 2 ആയിട്ട് അതർ ഇൻകം കൊടുത്തു. അതർ ഇൻകത്തിന് താഴെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രയൽ ബാലൻസിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ എന്തുള്ളൂ നമുക്ക് അതർ ഇൻകം ആയിട്ടുള്ളൂ. ആ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ട് ആയിട്ടുള്ള 12,000 രൂപ നമ്മൾ എന്ത് ചെയ്തു, എഴുതി റെക്കോർഡ് ചെയ്തു വെച്ചു. ശേഷം നമ്മൾ 1ഉം 2ഉം അതായത് റവന്യൂ ഫ്രം ഓപ്പറേഷനും അതുപോലെ അതർ ഇൻകവും തമ്മിൽ ടോട്ടൽ ചെയ്തതിന് ശേഷം ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്തിട്ട് 5,20,000 പ്ലസ് 12,000 എന്നിട്ട് 5,32,000 എന്ന് ടോട്ടൽ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഐറ്റം ആയിട്ടുള്ള എക്സ്പെൻസസ് നോക്കാം. എക്സ്പെൻസസിൽ ഫസ്റ്റ് ആയിട്ടുള്ളത് പർച്ചേസ് ഓഫ് സ്റ്റോക്കിംഗ് ട്രേഡ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഡിസ്കഷൻ നടത്താനുണ്ട്. പർച്ചേസ് ഓഫ് സ്റ്റോക്കിംഗ് ട്രേഡ് ട്രയൽ ബാലൻസിൽ നേരത്തെ പറഞ്ഞിരുന്നു അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞിരുന്നു. അതായത് ട്രയൽ ബാലൻസിൽ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ഓൾറെഡി നമ്മളെ പർച്ചേസസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ് എന്നാണ് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് എന്നാണ് എന്തെയ്യുന്നത് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ താഴെ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഡീറ്റെയിൽ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ അഡ്ജസ്റ്റ് ചെയ്തത് ഒഴിവാക്കിയിട്ട് ഒഴിവാക്കി ആദ്യം യഥാർത്ഥ ഫിഗർ എന്താണോ അത് കണ്ടെത്തിയിട്ട് അത് എഴുതണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക, എന്താണോ അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞ് തന്ന എമൗണ്ട് 2,10,000 അതിലേക്ക് നമ്മളെ അടുത്തുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ്സും ചെയ്യുക. എന്നിട്ട് കാരണം രണ്ടും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾറെഡി എന്ത് ചെയ്തതാണ്, അത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഒഴിവാക്കുക. കാരണം നമ്മൾ കൺസംഷനോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഈ തന്നത്. ഈ കോസ്റ്റ് ഓഫ് സോൾഡ് ഗുഡ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസസിനോട് കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത ഫിഗറാണ്. ഈ അഡ്ജസ്റ്റ് ചെയ്ത ഫിഗർ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എന്താ, ആഡ് ചെയ്തത് എന്താണോ അത് ലെസ് ചെയ്യുക, ലെസ് ചെയ്തത് എന്താണോ അത് ആഡ് ചെയ്യുക, എന്നാൽ അഡ്ജസ്റ്റ് ഇല്ലാത്ത രീതിയിലെത്താൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 രൂപ കുറയ്ക്കുകയും ലെസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് 90,000 രൂപ ആഡ് ചെയ്യുകയും ചെയ്തു.
അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത് ഒഴിവാക്കി. ഇനി ഒരു ഡൗട്ട്, 10,000 രൂപ എവിടെ നിന്ന് കിട്ടി? ട്രയൽ ബാലൻസിൽ എവിടെയും കാണുന്നില്ല എന്നുള്ളത്. അത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ ഉണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലാണ് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാളും എന്ന് പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ ആ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു ആ രൂപ 10,000 രൂപയാണെന്ന്. ഇനിയും അത് ഡൗട്ടുള്ള ആളുകൾ നേരെ പ്ലേ ബാക്ക് ചെയ്യുക, എന്നിട്ട് ആ ഏരിയ പോയിട്ട് ഒന്നും കൂടെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ പർച്ചേസ് ഓഫ് സ്റ്റോക്കിംഗ് ട്രേഡ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ ഫിഗർ എത്രയാണ്? 2,90,000 രൂപ. അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എഴുതി. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് നോട്ട്സ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഈ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിലേക്ക് പോവാം. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ആണ്. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ നോട്ട്സ് ടു അക്കൗണ്ട്സിലേക്ക് പോവാം. മൂന്നാമത്തെ നോട്ടാണ് നമ്മൾ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസിന് കൊടുത്തിട്ടുള്ളത്. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പണിങ്ങിൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ അവസ്ഥ എന്താണ്, ക്ലോസിങ്ങിൽ അതായത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസിൽ നമ്മുടെ ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റോക്കിൻ്റെ അവസ്ഥ എന്താണ്, ഇൻവെൻട്രിയുടെ അവസ്ഥ എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള ചേഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതലും ക്ലോസിംഗ് സ്റ്റോക്ക് കുറവുമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് എഴുതും. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് കുറവും ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവായിട്ടും എഴുതും. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്നൊരു ഡൗട്ടില്ലേ? നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളെപ്പോഴും നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് എഴുതാറ്. അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ ഇൻകം സൈഡിലുമാണ് എഴുതാറുള്ളത്. ഇങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിൽ എഴുതുന്ന എന്താണ്, ടോട്ടൽ എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസാണ് എഴുതുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കുറവായി കഴിഞ്ഞാൽ നമ്മൾ ഇൻകം കൂടുതലായി വരൂലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് കുറവും ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലുമായി കഴിഞ്ഞാൽ ഇൻകം കൂടുതലായി വരും. ഈ സാഹചര്യത്തിൽ നമ്മൾ എഴുതുന്നത് ഏത് ഏരിയയിലാണ് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് എഴുതുന്നത്? നമ്മൾ എഴുതുന്നത് എക്സ്പെൻസിൻ്റെ സൈഡിലാണ്. എക്സ്പെൻസ് മൊത്തം കൂട്ടുന്ന കൊടുത്താൽ അവിടെ നമ്മൾ ഇൻകം കൂടുതലാവുക എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെൻസ് കുറയ്ക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. ഇനി നേരെ മറിച്ച് ഓപ്പണിംഗ് സ്റ്റോക്കാണ് കൂടുതൽ എന്നുണ്ടെങ്കിലോ ഓൾറെഡി അത് എക്സ്പെൻഡിച്ചർ തന്നെ ഇക്കാരം. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതലും ക്ലോസിംഗ് സ്റ്റോക്ക് കുറവായി കഴിഞ്ഞാൽ അത് എക്സ്പെൻഡിച്ചർ ഇക്കാരം. അപ്പോൾ പിന്നെ നമ്മൾ പോസിറ്റീവ് എമൗണ്ടിൽ തന്നെ എഴുതിയാൽ മതി. കാരണം ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഭാഗം നമ്മളെപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ എവിടെ എഴുതിയിരുന്നത്, പർച്ചേസസിൻ്റെ ഒക്കെ കൂടെ എക്സ്പെൻഡിച്ചർ സൈഡിലല്ല എഴുതിയിരുന്നത്. ആ ഒരു ലോജിക്കിൽ ഓർത്താൽ മതി. ആ രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നോട്ട് 3 കംപ്ലീറ്റ് ചെയ്യുക. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ്, എന്നിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 രൂപ, ക്ലോസിംഗ് സ്റ്റോക്ക് 90,000 രൂപ. അതിൻ്റെ എഫക്റ്റ് എന്താ, ഓപ്പണിംഗ് സ്റ്റോക്ക് കുറവും ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലും. അതായത് എഫക്റ്റീവ് നോക്കുമ്പോൾ എന്താണ്, ഇൻകം കൂടുതലുള്ള പോലെയാണ്. നമ്മൾ എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടൽ സൈഡിലാണ് എഴുതുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യുക, ഇൻകം കൂടുതലായതുകൊണ്ട് എക്സ്പെൻഡിച്ചറിൻ്റെ ഏരിയയിൽ എഴുതുന്നതുകൊണ്ട് ഇൻകം കൂടുതലുള്ളതുകൊണ്ട് എന്ത് ചെയ്യുക, നെഗറ്റീവ് എമൗണ്ടിൽ എഴുതുക. ബ്രാക്കറ്റിൽ ഇട്ടാൽ നെഗറ്റീവ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ എന്ത് ചെയ്യുക, 80,000 രൂപ എന്ന് നെഗറ്റീവ് എമൗണ്ടായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അതേ എമൗണ്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ബ്രാക്കറ്റിൽ 80,000 രൂപ എന്നും എഴുതി വെക്കുക. മൂന്നാമത്തെ നോട്ട് നമ്പറാണ്, അത് എഴുതി കൊടുത്താൽ മതി. ശേഷം അടുത്തത് നോക്കാം, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് നോട്ട് നമ്പർ 4, 60,000 രൂപ. അതുപോലെ ഫിനാൻസ് കോസ്റ്റ് 5, 28,000 രൂപ. ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് 6, 20,000 രൂപ. ഇതൊക്കെ നമുക്ക് നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് നോക്കാം. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, അതിന് താഴെ വരുന്നത് സാലറിയാണ്. എംപ്ലോയീസിന് കൊടുക്കുന്ന ചിലവുകളാണ് ഉദ്ദേശിക്കുന്നത്. സാലറി ഉണ്ട്, 60,000 രൂപയാണ് സാലറി വരുന്നത്. ശേഷം ഫിനാൻസ് കോസ്റ്റ് വരുന്നത്, ഫിനാൻസ് കോസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ ട്രയൽ ബാലൻസ് എന്നാണ് എടുക്കുന്നത് കേട്ടോ. ഡാറ്റ ക്വസ്റ്റ്യന് ട്രയൽ ബാലൻസും അഡീഷണൽ ഇൻഫർമേഷനും ചെക്ക് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം എഴുതേണ്ടത്. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ്റെ ഡീറ്റെയിൽ ആണ് എഴുതാനുള്ളത്. ഡിപ്രീസിയേഷൻ എമൗണ്ട്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ആണ്. അത് നമുക്ക് 2 ഐറ്റംസാണ് തന്നിട്ടുള്ളത്. ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിങ് 8,000, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി
12,000. ഇത് രണ്ടും സ്പെസിഫിക്കലി ഇന്നർ കോളത്തിൽ കാണിച്ചതിന് ശേഷം ടോട്ടൽ എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് 20,000 എഴുതുക. അടുത്തതായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാനുള്ളത് അതർ എക്സ്പെൻസസിൻ്റെ ഡീറ്റെയിൽ ആണ്. 7th നോട്ട് നമ്പറാണ്. എമൗണ്ട് വരുന്നത് 62,000 രൂപയാണ്. അപ്പോൾ നോട്ട്സിൽ പോയി നോക്കാം ഏതൊക്കെയാണ് ഈ 62,000ത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് നോട്ട്സിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ വന്നു. 7 ആയിരുന്നു നോട്ട്സ് നമ്പർ. അതർ എക്സ്പെൻസസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഫീസ് 10,000, റെൻറ്റ് 26,000, ബാഡ് ഡെപ്റ്റ് 6,000, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓപ്പണിംഗ് ബാലൻസ് ഉള്ളതെന്ന് പിന്നെ എന്താ ചെയ്യണം, ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കുറക്കണം. ഏതെന്ന് ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് ഒന്ന് കുറക്കണം. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടായിരുന്ന എമൗണ്ട് അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടായിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ മേലിൽ ക്ലോസിംഗ് പ്രൊവിഷൻ കാണുക. ക്ലോസിംഗ് പ്രൊവിഷൻ കാണേണ്ടത് ഡെപ്റ്റേഴ്സിൻ്റെ മേലിൽ നിശ്ചിത ശതമാനം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ട്രേഡ് റെസിവബിൾ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ ഫിഗർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ 4% കണ്ടാൽ മതി. ഓക്കെ, അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രൊവൈഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 4% ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1,25,000 ഇൻറ്റു 4% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ എമൗണ്ട് 5,000 രൂപ കിട്ടുന്നതാണ്. ഈ ഒരു ഡിസ്കഷനൊക്കെ നമ്മൾ ഇവിടുന്ന് പോയതായിരുന്നു. അപ്പോൾ ഇനി അതർ എക്സ്പെൻസിൻ്റെ ബാക്കി മിസ്ലേനിയസ് എക്സ്പെൻസ് 18,000. അങ്ങനെയാണ് 18,000 ഒക്കെ എല്ലാ എമൗണ്ടും കൂടെ കൂട്ടി വരുമ്പം 62,000 രൂപയാണ് നമുക്ക് ടോട്ടൽ അതർ എക്സ്പെൻസ് വരുന്നത്. ഈ എമൗണ്ട് നമ്മൾ നേരത്തെ കണ്ടു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സെപ്പറേറ്റ് എന്ത് ചെയ്തു കാണിച്ചിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസസിൻ്റെ ഡീറ്റെയിലാണ് ഇതുവരെ എഴുതിയത്. ഇനി ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 3,80,000 രൂപ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം കണ്ടുവച്ചിരുന്ന പ്രോഫിറ്റ് പിന്നെ ഇൻകം 5,32,000, ഇപ്പോൾ കണ്ട 3,80,000 എക്സ്പെൻസും. അങ്ങനെ ടോട്ടൽ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,32,000 നിന്ന് 3,80,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ 1,52,000 രൂപ കിട്ടും. അതിന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു ടാക്സിന് പ്രൊവിഷൻ കൊടുക്കാൻ. ആ 5% പ്രൊവിഷൻ നമ്മൾ ക്വസ്റ്റ്യൻ എടുത്തു നോക്കിയാൽ അഡീഷണൽ ഇൻഫർമേഷനിൽ ഉണ്ടായിരുന്നു 50% പ്രൊവിഷൻ കൊടുക്കാൻ. അങ്ങനെ പ്രോഫിറ്റിൻ്റെ 50% എപ്പോഴും എന്ത് ചെയ്യുക ടാക്സ് ഉണ്ടാവുക. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ 50% പ്രൊവിഷൻ കൊടുത്തു, 76,000 രൂപ. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, 76,000 രൂപ തന്നെയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇനി EPS കാണണം. ഈ 76,000 രൂപ ഈ നമ്മുടെ പ്രോഫിറ്റ് ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഷെയറിൻ്റെ മേലിൽ എത്രയാണ് ഏൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്ര ഉണ്ട്, 2 ലക്ഷമാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത നമ്മുടെ ക്യാപിറ്റൽ ഉള്ളത്. ഈ ക്യാപിറ്റലിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ 100 രൂപയെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എത്രയാണ്, 2 lakh. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 5 lakh. അത് പോട്ടെ, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തതല്ലേ സെലക്ട് ചെയ്യുക. 2 lakh ഡിവൈഡ് ബൈ 100, അങ്ങനെ 2,000 ഷെയർസാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. അപ്പോൾ EPS കാണുക 76,000 ഡിവൈഡ് ബൈ 2,000, അങ്ങനെ 38 നമുക്ക് ലഭിക്കും. ഇതോടുകൂടെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് കടക്കാം. ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് ഐറ്റം നോൺ കറണ്ട് അസറ്റാണ്. നോൺ കറണ്ട് അസറ്റിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് നോട്ട് നമ്പറിൽ 2,80,500 വരുന്നുണ്ട്. 8 നോട്ട് നമ്പർ. 2,80,500 രൂപ വരുന്നുണ്ട്. ഇതിൻ്റെ നോട്ട്സ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. ബിൽഡിങ്, അതിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ, ഓഫീസ് ആൻഡ് മെഷീനറി, അതിൻ്റെയും അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഒന്ന് ലെസ് ചെയ്യാനാണ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 50,000 രൂപ. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കാലങ്ങളായിട്ട് മൊത്തം ഡിപ്രീസിയേഷൻ വന്നത്, അത് ഈ വർഷത്തെ ഡിപ്രീസിയേഷനും അതിലെന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്.
എന്നാണ് നമ്മളോട് നോട്ട്സിൽ പറഞ്ഞത്. അതുപോലെ ഓഫീസ് മെഷീനറിക്കും എന്തുണ്ട്, ഈ ഡിപ്രീസിയേഷൻ വരുന്നുണ്ട് 55,000 രൂപ. അങ്ങനെ ടോട്ടൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ വരുന്നത് 2,40,000, 45,000 കൂട്ടിയിട്ട് 2,85,000 രൂപയാണ് വരുന്നത്. ഇത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ പോയി നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ഐറ്റം ബി, ഫിനാൻഷ്യൽ അസറ്റ്. അതിൽ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നോട്ട് നമ്പർ 9. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് 1,20,000 രൂപ വരുന്നുണ്ട്. ഇത് നോട്ട്സിൽ എന്താണ്, ഈ നോട്ട് നമ്പർ 9 എന്താണ് 1,20,000 വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ ഒരു ലിമിറ്റഡോ അങ്ങനെ ഒരു ഡിബഞ്ചറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ആണ് 1,20,000 രൂപ. ഇനി അടുത്ത ഐറ്റം, ബാലൻസ് ഷീറ്റിൽ അടുത്ത ഐറ്റം എന്താണ് എഴുതിയത്, അത് ഇൻവെൻട്രീസ് ആണ്. അത് മൊത്തം 1,13,000 രൂപ ഉണ്ട്. എങ്ങനെ അത് വന്നു എന്നുള്ളത് നോക്കിയാൽ നോട്ട്സിൽ നോക്കിയാൽ മനസ്സിലാവും. സ്റ്റോക്കിംഗ് ട്രേഡും ലൂസ് ടൂൾസും കൂടെ കൂട്ടിയിട്ടാണ് 1,13,000 രൂപ വന്നിട്ടുള്ളത്. ലൂസ് ടൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമലി ഒരു മെഷീൻ്റെ ചെറിയ ചെറിയ പാർട്സുകൾ, പിന്നെ നട്ട്സ് ബോൾസുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊന്നും മെഷീനറിൻ്റെ ഇൻ്റഗ്രൽ പാർട്ട് അല്ലാത്തതുകൊണ്ട് അതിനെ സ്റ്റോക്കായിട്ടാണ് പരിഗണിക്കാറ്. ഇനി ബാലൻസ് ഷീറ്റിലെ അടുത്ത ഐറ്റം നമുക്ക് നോക്കാം. അത് ട്രേഡ് റെസിവബിൾസ്, അത് ഡെപ്റ്റേഴ്സ് ആണ് ഉണ്ടാവാറ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, അതർ ഫിനാൻഷ്യൽ അസറ്റ്സ് 11, 12, 13. അതിൻ്റെയൊക്കെ 1,20,000, 30,000 രൂപ, 60,000 രൂപ. ഇത് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് ടു അക്കൗണ്ട്സിലൂടെ നോക്കാം. അങ്ങനെ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ വന്നു. ട്രേഡ് റെസിവബിൾസ്, അതിൽ ട്രേഡ് ഡെപ്റ്റേഴ്സ് തന്നെയാണ്, പേരൊന്ന് മാറ്റിയെന്നൊക്കെ ഉള്ളൂ. ഡെപ്റ്റേഴ്സ് തന്നെയാണ് 1,20,000 രൂപ. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, അതിൽ ബാങ്ക് ബാലൻസ് മാത്രമേ വരുന്നുള്ളൂ, 30,000 രൂപ. അതർ ഫിനാൻഷ്യൽ അസറ്റ്സ്, അതിൽ അഡ്വാൻസ് ടാക്സാണ് വരുന്നത്, 60,000 രൂപ. ഇതാ നമ്മുടെ ആ ട്രയൽ ബാലൻസ് ഒന്ന് എടുത്തു നോക്കിയാൽ അഡ്വാൻസ് ടാക്സ് 60,000 രൂപ എന്ന് ഡെബിറ്റ് സൈഡിൽ കാണാവുന്നതാണ്. ആ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് അതർ കറണ്ട് അസറ്റ്സ് നോട്ട് നമ്പർ 14, 2,000 രൂപ ഉണ്ട്. ഇത് നമ്മുടെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ നേരത്തെ നോക്കിയതുപോലെ തന്നെ എന്ത് ചെയ്യുക നോക്കാം. നോട്ട്സ് ടു അക്കൗണ്ട്സിൽ അതർ കറണ്ട് അസറ്റ്സ് എന്താണ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേലിൽ ഒരു ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട്, അതായത് നേരത്തെ നമ്മൾ ഡിബഞ്ചർ ഉണ്ടായിരുന്നില്ല ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളത്, അതാണ് അതർ കറണ്ട് അസറ്റ്. അതായത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എഴുതിയില്ലായിരുന്നു ഒരു ഡിബഞ്ചറിൻ്റെ കാര്യം. ആ ഡിബഞ്ചറിൻ്റെ മേലിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള, നമ്മൾ അക്രൂ ചെയ്തിട്ടുള്ള പിന്നെ ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് ആണ്. അതാണ് നമ്മൾ അതർ കറണ്ട് അസറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ അസറ്റിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ അസറ്റ് 7,30,000 രൂപ ഉണ്ട്. ഇനി നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ക്യാപിറ്റലും കൂടെ ഉള്ള ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇക്വിറ്റി ആണ് ഫസ്റ്റ്. അതിൽ ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ 15 ആണ്. അത് എത്ര രൂപ ഉണ്ട്, 2,00,000 രൂപ ഉണ്ട്. ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ തന്ന അതേ എമൗണ്ട് തന്നെ എടുത്ത് എഴുതിയേക്കാണ്. പക്ഷേ അത് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ എഴുതേണ്ട രീതി ഒന്ന് സ്പെസിഫിക്കലി പ്രത്യേകം നോക്കാനുണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് വരാം. അതാണ് കാണുന്നത് ഷെയർ ക്യാപിറ്റൽ. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റായിട്ട് തന്നെ എഴുതിയിരുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. അതെന്തായിരുന്നു, ഓതറൈസ്ഡ്. ഞാനപ്പോൾ തന്നെ അത് നിങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നു. 5,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച്, അങ്ങനെ എന്ത് വരുന്നുണ്ട്, 5,00,000 വരുന്നുണ്ട്. പിന്നെ എന്തുണ്ട്, നമ്മുടെ ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള 2,000 ഷെയർസ് ഓഫ് 100 ഈച്ച് എന്ന് പറഞ്ഞിട്ട് 2,00,000 എന്നും എഴുതണം. ഇങ്ങനെയാണ് നോട്ട്സിൽ നമ്മൾ പ്രത്യേകം ഓതറൈസ്ഡിൻ്റെ ഡീറ്റെയിൽ കൊടുക്കണം. ഓക്കെ, അതുപോലെ അതർ ഇക്വിറ്റി, അതായത് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. അത് 16ാമത്തെ നോട്ടാണ്. 1,41,000 രൂപ ഉണ്ട്. നമുക്ക് നോട്ട്സിൽ പോവാം. നോട്ട്സിൽ പോയതിനു ശേഷം എന്തൊക്കെയാണ് 1,41,000 ആയത്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതർ ഇക്വിറ്റി ആണ്. അതിൽ വരുന്ന ജനറൽ റിസർവ്സ് ആണ്. അത് എത്ര ഉണ്ട്, 40,000 രൂപ ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ട്രയൽ ബാലൻസ്, കണ്ടില്ലേ, 40,000 രൂപ.
ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ നോട്ട്സ് ടു അക്കൗണ്ട്സിലേക്ക് തന്നെ വരാം. അവിടെയുള്ള ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡാറ്റയാണ്. ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള 25,000 രൂപയും ഈ വർഷം നമ്മൾ കണ്ടെത്തിയ 76,000 രൂപയും കൂട്ടിയിട്ട് 1,01,000 ആണ് വരുന്നത്. ടോട്ടൽ അതർ ഇക്വിറ്റി എന്ന് പറയുന്നത് ജനറൽ റിസർവ് 40,000ഉം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,01,000ഉം കൂട്ടിയിട്ട് 1,41,000 വരുന്നുണ്ട്. ഇനി ബാലൻസ് ഷീറ്റിലെ അടുത്ത ഐറ്റം നോൺ കറണ്ട് ലയബിലിറ്റിയാണ്. അതിൽ തന്നെ ഫിനാൻഷ്യൽ ലയബിലിറ്റി താഴെ വരുന്നു. ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ ബോറോയിങ്സ് എത്രയുണ്ട്? അതിൻ്റെ നോട്ട് നമ്പർ 17 ബോറോയിങ്സിൻ്റെ ഡീറ്റെയിൽ 2 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ പോയിട്ട് എന്താണ് ഈ ബോറോയിങ്സിൻ്റെ 2 ലക്ഷം എന്ന് നോക്കാം. ഇതിനു വേണ്ടി ട്രയൽ ബാലൻസ് എടുക്കുക, എന്നിട്ട് ബോറോയിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ എടുക്കുക, എന്നിട്ട് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ പോവാം. ഇവിടെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ലോങ് ടൈം ബോറോയിങ്സ് എന്ന് പറയുന്നത് 14% ഡിബഞ്ചർ ഉണ്ട്. അത് 2 lakh rupees. ഇത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് തന്നെ വരിക. ബാലൻസ് ഷീറ്റിൽ അടുത്ത ഐറ്റം എന്താ വരുന്നത്? കറണ്ട് ലയബിലിറ്റി, ഫിനാൻഷ്യൽ ലയബിലിറ്റി. ഇതെല്ലാം നമ്മൾ ഇനി അതിന് താഴെ വരുന്ന ഐറ്റംസ് ഓരോന്ന് നോക്കിയിട്ട് അതും നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കൊണ്ടുവന്ന് എഴുതാം. അതിൽ ട്രേഡ് പേയബിൾ 18, നോട്ട് നമ്പർ 18 92. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞിട്ട് ട്രേഡ് പേയബിൾ എന്താണ്? ക്രെഡിറ്റേഴ്സ് ആണ് ഉണ്ടാവുക. ബിൽസ് പേയബിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ട്രേഡ് പേയബിളിൻ്റെ ഭാഗമാണ് വരിക. നമുക്കിപ്പം ട്രേഡ് ക്രെഡിറ്റേഴ്സേ ഉള്ളൂ. ആ ഡാറ്റ എടുത്ത് എഴുതാം. നമുക്ക് നോക്കാം എവിടെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ എങ്ങനെ വരുന്നത് എന്നുള്ളത്. നോട്ട്സ് ടു അക്കൗണ്ട്സിൽ അതാ 18ാമത്തെ ഐറ്റം ട്രേഡ് പേയബിൾ, ട്രേഡ് ക്രെഡിറ്റേഴ്സ് 92,000 രൂപ. ഈ ഡാറ്റ എടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് നമ്മൾ നേരത്തെ എഴുതി വെച്ചു ആ എമൗണ്ടിന് കൃത്യമായിട്ട് അതൊന്ന് കറസ്പോണ്ടിങ് ആണോ കറക്റ്റ് നോക്കുക. നമ്മൾ കണ്ടല്ലോ ട്രേഡ് പേയബിൾ 92,000 രൂപ എന്നുള്ളത്. ഇനി അടുത്തത് അതർ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതർ കറണ്ട് ലയബിലിറ്റി നോട്ട് നമ്പർ 19 അതിൻ്റെ ടോട്ടൽ എമൗണ്ട് 21. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് എന്താണ്? പ്രൊവിഷൻസ് ആണ്. 20 നോട്ട് നമ്പർ, അത് 76. ഇത് രണ്ടും എങ്ങനെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അതർ കറണ്ട് ലയബിലിറ്റി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ. ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. 14,000 രൂപ ഉണ്ട് ഡിബഞ്ചറിൻ്റെ, അതൊരു ലയബിലിറ്റിയാണ്. പിന്നെ അൺപെയ്ഡ് ഡിവിഡൻഡ് കൊടുക്കാനുണ്ട് 5,000 രൂപ. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2,000 രൂപ. ഇങ്ങനെയാണ് 21,000 രൂപ വന്നിട്ടുള്ളത്. പ്രൊവിഷൻസ്, അത് പ്രൊവിഷൻ ഫോർ കറണ്ട് ടാക്സ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പം പ്രൊവിഷൻ എഴുതിയിരുന്നു 76,000 രൂപ. ഷോർട്ട് ടൈം പ്രൊവിഷനാണ്. അതെന്തെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കണം. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ അത് ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ 30 അതിനുള്ളിൽ കൊടുക്കണം. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ നെക്സ്റ്റ് സെപ്റ്റംബർ 30 കൊടുക്കണം എന്നുള്ളതാണ് ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി നോക്കാം. 7,30,000 രൂപ. അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 7,30,000 രൂപ കിട്ടും. നമ്മൾ നേരത്തെ ഇക്വിറ്റീൻ്റെയും കണ്ടിരുന്നു, ഇനിയിപ്പോൾ ലയബിലിറ്റിയും കണ്ടു. നമ്മൾ അസറ്റും നേരത്തെ 7,30,000 രൂപ തന്നെ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കണ്ടിജൻറ്റ് ലയബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് ആ ഡീറ്റെയിൽ നോക്കാം. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടലിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ്. ജസ്റ്റ് എന്താണ് ഇതിൻ്റെ കൂടെ നമ്മൾ എഴുതി കൊടുക്കണം യൂസേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 21ാമത്തെ നോട്ട് ഇട്ടിട്ട് കണ്ടിജൻറ്റ് ലയബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് എഴുതാം. കണ്ടിജൻറ്റ് ലയബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സിൽ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് കാര്യമായിട്ടൊന്നുമില്ല, കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഓണേഴ്സിനുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്. അതെന്താ? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. ഡയറക്ടേഴ്സ് എത്രയാണോ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് കൊടുക്കുക. അവരുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 25% വരും. അത് 50,000 രൂപയാണ്. ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, ശ്രദ്ധിക്കുക. 2 ലക്ഷം ഇൻറ്റു 25% ടൈപ്പ് ചെയ്ത് കൊടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അതേപോലെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, അത് നമ്മളെന്താണ് 50,000 ഇൻറ്റു 17.472%.
ഈ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനമാണ്? 25% എന്ന് പറഞ്ഞില്ലേ. അതായത് 2 ലക്ഷം നമ്മൾ നേരത്തെ എഴുതിയ ഷെയർ ക്യാപിറ്റലിൻ്റെ 25% എന്ത് ചെയ്ത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്, ഡിവിഡൻഡ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ആര്? ഡയറക്ടേഴ്സ്. അത് 50,000 രൂപയാണ് കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കുക. പിന്നെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഉണ്ട്. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിന് നിശ്ചിത ശതമാനം ഡിവിഡൻഡ് ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ്. അത് ടോട്ടലി നമ്മൾ ചെയ്തു വരുമ്പം അതിൻ്റെ നെറ്റ് എമൗണ്ട് ടൈം ടു ടൈം ഗവൺമെൻറ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉള്ളത് 17.472%. അതായത് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് 17.472%. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എമൗണ്ട് ഓർത്ത് വെക്കുക. 17.472% എന്നുള്ള ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ 50,000-ൻ്റെ 17.472% കാണുന്നതോടുകൂടെ എന്ത് കിട്ടും? അത് 8,736. അങ്ങനെ നമ്മുടെ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 58,736 രൂപയാണ്. ഇതോടുകൂടെ നമ്മൾ നമ്മുടെ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്, ഈ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള 1-2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്തിട്ട് ഈ ചാപ്റ്ററും നിർത്താവുന്നതാണ്. തൽക്കാലം ഈ ലെക്ചർ അവസാനിപ്പിക്കുന്നു. കൃത്യമായിട്ട് എഴുതി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ.